മക്കളെ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ക്രിസ്തുമസും ന്യൂ ഇയർ ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചില്ലേ നിങ്ങള്? എല്ലാവർക്കും ക്രിസ്തുമസിന്റെയും ന്യൂ ഇയറിന്റെയും ആശംസകൾ. ഈ വർഷം നിങ്ങൾക്ക് നല്ല സുന്ദരമായ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളായിരിക്കട്ടെ. അക്ഷരങ്ങളെല്ലാം ഉറച്ച് അല്ലേ? ചെടി എല്ലാവരും നട്ട് ക്രിസ്തുമസിനൊക്കെ നന്നായിട്ടൊക്കെ നോക്കിയല്ല അല്ലേ ചെടിയും? നമുക്ക് ചെറിയൊരു റിവിഷൻ നടത്താം. നമ്മുടെ ചെടി നമ്മൾ എവിടെയാ നട്ടത്? മണ്ണില് അല്ലേ? ചെടി മുളച്ചു വന്നതാ മുകളിലേക്ക്. നമ്മൾ താഴെ നട്ടു, മുകളിലേക്ക്. നമ്മുടെ ഉണ്ണിയേശുവിനെ ആട്ടിടയന്മാര് കാണാൻ വന്നത് എന്തിനെ നോക്കിക്കൊണ്ടാന്നറിയാമോ? താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. താരകം എന്ന് പറഞ്ഞ നക്ഷത്രം. നക്ഷത്രം കാണണമെന്നുണ്ടെങ്കിൽ എങ്ങോട്ടേക്ക് നോക്കണം? മുകളിലേക്ക് അല്ലെ? അപ്പൊ താരകത്തെ നോക്കിയത് മുകളിലേക്ക്, മുകൾ, മേലെ. ഈ രാജാക്കന്മാര് ഉണ്ണിയേശുവിന് സമ്മാനമായിട്ട് വന്നു. അവരെവിടെന്നാ വന്നത്? കിഴക്കു നിന്നെത്തിയ രാജാക്കന്മാർ. അപ്പൊ കിഴക്ക്. നമുക്കിപ്പൊ താഴെ എന്ന് നമ്മുടെ ചെടി വന്നു. അപ്പൊ താഴെ ചെടി മുകളിലേക്ക് പോയി, മേലെ. ആട്ടിടയന്മാര് താരകത്തെ കണ്ടു, മേലെ. രാജാക്കന്മാർ സമ്മാനമായിട്ട് വന്നു. എവിടെ നിന്ന്? കിഴക്കു നിന്ന്. കുറച്ച് വാക്കുകൾ കിട്ടി അല്ലെ? ദിക്ക് പഠിക്കുന്ന. ഇനി നമ്മുടെ യാത്രകളിൽ നമ്മുടെ കയ്യിൽ ഒരു യന്ത്രമുണ്ട്, വടക്ക് നോക്കി യന്ത്രം എന്ന് പറയും. ആ യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വടക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ അനുഭവം കൊണ്ട് ബാക്കിയുള്ള ദിക്കുകൾ നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ നമുക്ക് വേറൊരു ആളുടെ സഹായം കൊണ്ട് നമുക്ക് കിഴക്കറിയാം. അതാരുടെ സഹായമാണ്? സൂര്യൻ. സൂര്യൻ ഉദിക്കുന്നത് കിഴക്ക്, അപ്പൊ അസ്തമിക്കുന്നത് പടിഞ്ഞാറ്. പണ്ട് ടീച്ചറിന്റെ ഒക്കെ കുഞ്ഞുനാളില് സൂര്യൻ ഇങ്ങനെ കിഴക്കുദിക്കും, അതിങ്ങനെ കറങ്ങി കടലിൽ പോയി താഴും, കടലിന്റെ അടിയിൽ കൂടി വന്ന് വീണ്ടും അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചിരുന്നത്. പക്ഷെ നമുക്ക് പിന്നീട് മനസ്സിലായി ഭൂമിയുടെ കറക്കമാണ് സൂര്യനെ നമുക്ക് അങ്ങനെ മാറ്റുന്നത്. നിങ്ങൾ സയൻസിന് പഠിക്കും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്ത് പഠിച്ചു? കിഴക്ക്, പടിഞ്ഞാറ്. അപ്പൊ 3 ദിക്കുകൾ കിട്ടി അല്ലെ? വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ഈ വടക്കിന്റെ ഏതു ഭാഗത്തായിരിക്കും കിഴക്ക്, അല്ലെങ്കിൽ ഏതു ഭാഗത്തായിരിക്കും പടിഞ്ഞാറ് എന്ന് ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ വലത് ഇടത് കൃത്യമായി പഠിക്കണം. ലെഫ്റ്റും റൈറ്റും ആദ്യം ഉറപ്പിക്കാം. നമ്മുടെ കൈ, നമുക്ക് 2 കൈയുണ്ട് അല്ലെ? ഈ കൈ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. നിങ്ങളുടെ കൈ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി പിടിച്ചേ, ഇനി തിരിച്ചു പിടിച്ചേ. ഓക്കെ, തിരിച്ചു പിടിക്കുമ്പോൾ നിങ്ങൾക്ക് എൽ എന്നുള്ള ഒരു അക്ഷരം കിട്ടുന്നത് ഏത് കൈയിൽ നിന്നാണ്? എൽ, ക്യാപിറ്റൽ ലെറ്റർ എൽ കിട്ടുന്നത് എനിക്ക് ഈ കൈ കിട്ടി. ഇങ്ങനെ നോക്കിയാലാണ് കേട്ടോ. എല്, എന്റെ. അപ്പൊ നിങ്ങളുടെ എല്ലോ, നിങ്ങൾ ഇങ്ങനെയല്ലേ നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ എല് ഇപ്പുറത്ത്. ഇപ്പം ലെഫ്റ്റ് റൈറ്റും അതിൽ നിന്ന് മനസ്സിലാക്കുക. എന്റെ ഇപ്പുറത്താണെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗത്ത്. ടീച്ചർ ഒരു റെഡ് ലൈൻ കാണിച്ചിട്ടുണ്ട് ഇവിടെ. അതിന്റെ നിങ്ങളുടെ ഇതാക്കിയാൽ മതി. ടീച്ചർ പഠിപ്പിക്കാൻ നിൽക്കുന്നതല്ലേ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഇത് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ എല്, ലെഫ്റ്റ് ഏതായിരിക്കും? ഈ ഭാഗം, റൈറ്റ് ആ ഭാഗം. ആ റെഡ് ലൈനിന്റെ ലെഫ്റ്റും റൈറ്റും മനസ്സിലായില്ലേ? അതായത് ഇടതും വലതും എവിടെയെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് വടക്ക് കിഴക്കിന്റെ ദിക്കുകൾ നോക്കാം. വടക്ക് നോക്കി യന്ത്രം വടക്കിന്റെ ഏത് ഭാഗത്ത്, ഇടതു ഭാഗത്ത് വരുമോ വലതു ഭാഗത്ത് വരുമോ എന്നാണ് ഉറപ്പിക്കേണ്ടത്. കിഴക്ക് ഭാഗം ഏത് ഭാഗത്ത് വരും? വടക്ക് ഭാഗത്തിന്റെ വലതു ഭാഗത്താണ് കിഴക്ക് വരുന്നത്. അപ്പൊ ഇടതു ഭാഗത്ത് പടിഞ്ഞാറ്. ഇനി ഒരു ദിക്കും കൂടിയുണ്ട്. ഏതാണ്? കിഴക്കും പടിഞ്ഞാറും എതിർദിശയാകുമ്പോ വടക്കിന്റെ എതിർദിശയിൽ ഏത് വരും? തെക്ക് വരും. അപ്പൊ 4 ദിക്കുകൾ കഴിഞ്ഞല്ലേ? വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ഇനി സൂചിയുടെ കറക്കം അങ്ങോട്ട് ഉറപ്പിക്കാം. ഘടികാര ദിശ എന്താണ്? എതിർ ഘടികാര ദിശ എന്താണ്? അതായത് ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസിനെ കൗണ്ടർ ക്ലോക്ക് വൈസ് എന്നും പറയും. എങ്ങനെയാണെന്ന് നോക്കിയാൽ നമ്മള് ഈ ചിത്രത്തിൽ നോക്കിയേ, ആരോ ഇട്ടേക്കുന്നത് 1 നിന്ന് 2ലേക്ക്, 2 നിന്ന് 3ലേക്ക്, ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ആരോ പോകുന്നത് ഏത് ഭാഗത്തേക്കാണ്? വലതു ഭാഗത്തേക്കാണ് അല്ലെ? അപ്പൊ ഇടതു നിന്ന് വലതു ഭാഗത്തേക്കാണ് ക്ലോക്കിന്റെ സഞ്ചാരം. ഇടതു നിന്ന് വലതു ഭാഗത്തേക്ക്. നമ്മൾ ഒരിക്കലും 9 നിന്ന് 10ലേക്ക് ഇടതിൽ നിന്ന് വലത്, 3 നിന്ന് 6ലേക്ക് വലതിൽ നിന്ന് ഇടത്, അങ്ങനെ ചിന്തിക്കരുത്. ഒറ്റൊരു യാത്രയുള്ളൂ ക്ലോക്കിന്.
വലതു ഭാഗത്ത് നിന്നാണോ ഇടതു ഭാഗത്ത് നിന്നാണോ എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. നമ്മൾ വരക്കുമ്പോൾ, ആരോ വരക്കുമ്പോൾ മുന്നോട്ടുള്ള യാത്രയാണ്. ക്ലോക്ക് മുന്നോട്ടല്ലേ. അപ്പൊ ഇടതു ഭാഗത്ത് നിന്ന് വലതു ഭാഗത്തേക്കാണ് ക്ലോക്കിന്റെ സഞ്ചാരം. അങ്ങനെയാണെങ്കിൽ എതിർ സഞ്ചാരം എങ്ങനെയായിരിക്കും? വലതു ഭാഗത്ത് നിന്ന് ഇടതു ഭാഗത്തേക്ക്. ഓക്കെ, അപ്പൊ നമ്മളുടെ ദിക്കുകൾ നമ്മൾ ഉറപ്പിച്ചു. വടക്കിന്റെ എതിർഭാഗം തെക്ക്, വടക്കിന്റെ വലതുഭാഗം കിഴക്ക്, അതിന്റെ എതിർഭാഗം പടിഞ്ഞാറ്. ഈ ഉപദിക്കുകൾ പറയാം. വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറ്. ഉപദിക്കുകൾ നമുക്ക് പറയാം. ഇപ്പൊ നമുക്ക് വടക്കിന്റെ പ്രത്യേകത പറഞ്ഞാല്, നമ്മളൊരു ഡ്രോയിങ്, നമുക്ക് എന്തിനും സ്കെച്ച് വേണ്ടേ? വീട് പണിക്കാണെങ്കിലും, പിന്നെ നമുക്ക് കച്ചവട സ്ഥാപനങ്ങൾ പണിയാണെങ്കിലും, റോഡിനാണെങ്കിലും, നമ്മുടെ സഞ്ചാരത്തിനുള്ള എന്തിനായിക്കോട്ടെ, എയർലൈനോ ഷിപ്പ് എന്തിനാണെങ്കിലും നമുക്ക് മാപ്പ് വേണം അല്ലെ. ഈ മാപ്പ് നമ്മളെ സഹായിക്കുന്നത് ദിക്കിലൂടെയാണ് അല്ലെ. അപ്പൊ ഏത് മാപ്പ് എടുത്താലും അതിന്റെ വലതുഭാഗത്ത് മുകളിലായിട്ട് അതിന്റെ വടക്ക് ഭാഗം എങ്ങോട്ടേക്കാണെന്ന് മാർക്ക് ചെയ്യും. അതെപ്പോഴും മുകളിലേക്കായിരിക്കണം എന്നില്ല. ചിലപ്പോൾ അത് ഇടത്തേക്കാകാം, വലത്തേക്കാകാം, താഴത്തേക്കാകാം വടക്ക്. അപ്പൊ അതിനനുസരിച്ച് ക്ലോക്ക് വൈസിൽ കിഴക്കും തെക്കും പടിഞ്ഞാറും വരും. അപ്പൊ വടക്ക് ആദ്യം തന്നെ ഫിക്സ് ചെയ്യും. അതിനുശേഷമാണ് ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ സ്വരാക്ഷര ചെടി ഇവിടെ വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അല്ലേ. അതിന്റെ മെയിൻ ഭാഗം മുകളിലേക്ക് തായ് തണ്ട്, താഴേക്ക് തായ് വേര്. അതിന് നമ്മൾ ചിഹ്നങ്ങളില്ലാത്ത 2 അക്ഷരങ്ങളാണ് കൊടുത്തേക്കുന്നത്. ഒന്ന് ഒരു സ്വരാക്ഷരം, മറ്റേത് ഒരു വ്യഞ്ജനാക്ഷരം. തായ് തണ്ടിന് കൊടുത്തത് അ എന്നുള്ള സ്വരാക്ഷരം, തായ് വേരിന് കൊടുത്തത് ക എന്നുള്ള വ്യഞ്ജനാക്ഷരം. രണ്ടിനും പ്രത്യേകത എന്താ? ഒന്ന് വർണ്ണമാണ്. കാരണം അ എന്നുള്ളത് സ്വതന്ത്രമായിട്ട് ഉച്ചരിക്കുന്ന അക്ഷരമാണ്. ക എന്നുള്ളതോ ആ എന്നുള്ള അക്ഷരത്തിന്റെ സഹായത്തോടുകൂടി ഉച്ചരിക്കുന്നതാണ് ക എന്നുള്ള വ്യഞ്ജനാക്ഷരം. ഇനി എല്ലാ അക്ഷരങ്ങൾക്കും ദിക്കുകളുണ്ട് അല്ലെ. അടുത്ത ഈ തായ്തണ്ടിലേക്ക് തായ്തണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളർന്ന് അതിൽ ശിഖരങ്ങളും ഇലകളും പൂക്കളും കായകളും ഉണ്ടായി അല്ലെ. എല്ലാ ശിഖരങ്ങളും നമ്മൾ സ്വരാക്ഷരമാണ് കൊടുത്തിരിക്കുന്നത്. ശിഖരങ്ങൾക്കെല്ലാം സ്വരാക്ഷരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇലകൾക്കും പൂക്കൾക്കും കായകൾക്കുമാണ് നമ്മൾ വ്യഞ്ജനാക്ഷരം കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നും കൂടി നോക്കാം. സ്വരാക്ഷരം ആ എന്നുള്ള തായ്തണ്ടിൽ നിന്ന് 6 ബ്രാഞ്ചസ് വലതുഭാഗത്തേക്ക് പോയി. അതേതെല്ലാമാണ്? ആ, ഇ, ഈ, ഉ, ഊ, ഋ. അതിനുശേഷം 3 തണ്ടുകൾ ഇടതുഭാഗത്തേക്ക്, എ, എ, ഐ. നേരെ മുകളിലേക്ക് 2 ബ്രാഞ്ചസ്, ശിഖരങ്ങൾ, ഒ, ഓ. വീണ്ടും 3 ബ്രാഞ്ചസ് വലതുഭാഗത്തേക്ക്, ഔ, അം, അ. സ്വരാക്ഷരങ്ങൾ കഴിഞ്ഞു. 3 പിടിച്ച് 3 ബ്രാഞ്ചസ് മാത്രമേ ഇടതുഭാഗത്തേക്കുള്ളൂ. ശ്രദ്ധിക്കുക. ഇനി അടുത്ത അതിന്റെ ഇലകള്. ആ എന്നുള്ളതിന്റെ ഇനി ഇലകളല്ലല്ല, അത് തായ് തണ്ടാണ്. ആ മുതൽ ഋ വരെ ഉള്ള ഇലകൾ ഏതൊക്കെയാണ്? കാ, കി, കീ, കു, കൂ, കൃ. ഇടതുഭാഗത്തേക്കുള്ളതോ? കെ, കേ, കൈ. അപ്പൊ വലതുഭാഗത്തേക്ക് പോയതിന് വലതുഭാഗത്ത് ചിഹ്നം, ഇടതുഭാഗത്തേക്ക് പോയതിന് ഇടതുഭാഗത്ത് ചിഹ്നം. നേരെ പോയ 2 കൊമ്പിലുണ്ടായത് എന്താ? പൂക്കൾ. അവിടെ എന്താ? 2 ഭാഗത്തും കോ, കോ. അടുത്ത ബ്രാഞ്ച് വലതുഭാഗത്തേക്ക് ഔ, അതിലുണ്ടായില്ല കൗ. അടുത്ത ബ്രാഞ്ച് അം, ആയിലുണ്ടായി 2 കായകൾ, അത് കം, ക. കഴിഞ്ഞു. ഇത് നമ്മൾ ഇനി നമ്മുടെ ക്രിസ്മസ് ട്രീയിലേക്ക് കൊടുക്കാൻ പോകുന്നു. ക്രിസ്മസ് ട്രീ വന്നു. വളരെ ശ്രദ്ധിച്ച് ടീച്ചർ പറയുന്നത് പോലെ ചെയ്യണം. ചെറിയൊരു ഡാൻസ് കളിച്ചിട്ട് അങ്ങനെ ചെയ്യാം. ചിഹ്നങ്ങളൊന്നുമില്ലെങ്കിൽ വെറുതെ നിന്നാൽ മതി. സ്റ്റെപ്പ് ഒന്നും എടുക്കരുത്. ചിഹ്നങ്ങൾ ഉണ്ടെങ്കിൽ വലതുഭാഗത്താണെങ്കിൽ നിങ്ങളുടെ വലതു കൈ ഒന്ന് ആട്ടുക. ഇടതുഭാഗത്താണെങ്കിലോ ഇടത് കൈ ആട്ടുക. ഇടതും വലതും ഉണ്ടെങ്കിലോ 2 കൈയും ആട്ടുക. ഇനി കായ, അത് പ്രത്യേക ചിഹ്നമാണ് അല്ലെ. അം, അ, അനുസ്വാരവും വിസർഗവും പ്രത്യേകതയൊക്കെ നിങ്ങൾ പഠിച്ചു. അതിന് ആട്ടലല്ല കൊട്ടലി, തെറ്റിപ്പോകരുത്. അപ്പൊ നമുക്ക് ആദ്യം സ്വരാക്ഷരങ്ങൾ പറയാം അല്ലെ. അ, ആ, ഇ, ഈ, ഉ, ഊ, ഋ. എ, ഐ, ഒ, ഓ, ഔ, അം, അ. സ്വരാക്ഷരങ്ങൾ കഴിഞ്ഞു. അതായത് ബ്രാഞ്ചസും
തായ്തണ്ടും എല്ലാം കഴിഞ്ഞു. അടുത്തത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? വ്യഞ്ജനാക്ഷരങ്ങളിലേക്ക് കൊടുക്കാൻ പോകുന്നു. അവിടെയാണ് തായ് വേര് തുടങ്ങുന്നത് അല്ലേ? ക ഇലകൾ. കാ, കിക്കി, കുക്കു, കൃ. കെ, കൈ. കൊക്കോ, കൗ, കം, ക. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. എപ്പോഴും നമ്മൾ മസിൽസിന്റെ മൂവ്മെന്റും കൈകൊട്ടലൊക്കെ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ നല്ലതാണ്, ഓർമ്മക്ക് നല്ലതാണ്. അപ്പൊ ഈ ചെറിയ ഡാൻസ് വഴി നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ കൊച്ചു അനിയന്മാരെ അനിയത്തിമാരെയൊക്കെ പഠിപ്പിക്കുക. ഡാൻസ് കളിച്ചോട്ട് അക്ഷരം പഠിച്ചോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞ് എല്ലാവരും നല്ലൊരു ക്രിസ്മസ് ട്രീ വരക്കുക. ക്രിസ്മസ് ട്രീയിൽ അക്ഷരങ്ങൾ ബൾബുകളായിട്ടോ സ്റ്റാറുകളായിട്ടോ ഒക്കെ ചുറ്റും കുഞ്ഞു കുഞ്ഞൊക്കെ ഇട്ട് വരച്ച് ഭംഗിയാക്കുക. അടുത്ത ദിവസം അടുത്ത ആക്ടിവിറ്റി ആയിട്ട് കേട്ടോ. ഓക്കെ, ബൈ ബൈ. എല്ലാവർക്കും നല്ല ഒരു ക്രിസ്മസ് ദിനവും നല്ല ഒരു ന്യൂ ഇയർ ദിനവും ഈ വർഷം നന്നായിട്ട് നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ച് നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ കേട്ടോ. ഓക്കെ.